ബൈബിൾ സ്റ്റോറിയിൽ നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് ഇസ്രായേൽ എന്ന രാജ്യം അത് വളരെ അത്ഭുതം നിറഞ്ഞ ഒരു രാജ്യമാണ്. ലോകത്തിൻ്റെ നെറുകയിൽ ഇന്നും അഭിമാനത്തോടുകൂടി നിലകൊള്ളുന്ന ഒരു രാജ്യമാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം പീഡനങ്ങൾ ആ രാജ്യത്തിന് നേരെ ഉണ്ടായിട്ടും അവർക്ക് തളരാതെ അഭിമാനത്തോടെ ലോകത്തിൽ തലയുയർത്തി എന്തുകൊണ്ടാണ് ആ രാജ്യം നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഒരേ സമയം ഏതാണ്ട് 4-ലധികം രാജ്യങ്ങളുമായി ഇന്ന് ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ചൈന വാർ നടക്കുമ്പോൾ തന്നെ നമുക്ക് പാകിസ്ഥാനുമായിട്ട് ബംഗ്ലാദേശുമായി ഇന്ത്യക്ക് ഒരിക്കലും യുദ്ധം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യത്തിലേക്ക് വന്ന ഒരേ സമയം നിരവധി രാജ്യങ്ങളുമായിട്ടാണ് അവരിപ്പം യുദ്ധം ചെയ്യുന്നത്. അമേരിക്ക പോലും അവരുടെ ചരിത്രത്തിൽ അങ്ങനെ യുദ്ധം ചെയ്ത് കാണത്തില്ല. അപ്പോൾ ഇത്രയേറെ രാജ്യങ്ങൾ അവരുടെ 6th ഡേ വാർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് അവർക്ക് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളും റഷ്യ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അവർക്കെതിരെ വന്നപ്പോൾ അവർ ആ ശക്തിയെല്ലാം തോൽപ്പിച്ച് അവർ ആ യുദ്ധത്തിൽ വിജയിച്ചവരാണ്. അപ്പോൾ നമ്മുടെ കാര്യം ഇതാണ്, ഇത്രയേറെ ശക്തികൾ അവരെ ഉപദ്രവിച്ചിട്ടും അവരെന്തുകൊണ്ട് ഇപ്പോഴും നിലകൊള്ളുന്നു? ഈ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അല്പം പിന്നിലുള്ള ചില വസ്തുതകൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതായത്, അബ്രഹാമിനെ ദൈവം എന്തിനാണ് വിളിക്കുന്നത്? അബ്രഹാമിനെ വിളിക്കുന്നത്, നിന്നെ ഞാൻ ലോകത്തിലെ സകല ജാതികളെയും അനുഗ്രഹിക്കേണ്ടതിന് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു എന്നാണ് അബ്രഹാമിനോട് ദൈവം പറയുന്നത്. അതായത്, നമുക്കൊരുപക്ഷെ നമ്മൾ ചിലപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകാം, ഈ അബ്രഹാമിനെയും അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളെ മാത്രമാണ് ദൈവം സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് ചിലപ്പം ദൈവം പക്ഷഭേദം കാണിക്കുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നമുക്കൊന്ന് ചിന്തിക്കാം, ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് തന്നെ നിന്നെ സകല ജാതികളെയും ലോകത്തിലെ വിവിധ ജാതികളെ അനുഗ്രഹിക്കേണ്ടത് നിന്നെ തിരഞ്ഞെടുക്കുന്നു എന്നാണ് അബ്രഹാമിനോട് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഇസ്രായേൽ എന്ന രാജ്യത്തെ ദൈവം നിലനിർത്തിയിരിക്കുന്നത് ഭൂമിയിലുള്ള മറ്റ് രാജ്യങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനാണ്. മറ്റ് ജനങ്ങളെ ഈ ഇസ്രായേൽ എന്ന രാജ്യം മുഖേന മറ്റ് രാജ്യങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടണം. അതിന് തിരഞ്ഞെടുത്തേക്കുന്ന ഒരു ജനമാണ് ഇസ്രായേൽ എന്നത് മാത്രമേ ഉള്ളൂ. ദൈവം ഒരിക്കലും പക്ഷപാതം കാണിക്കുന്ന ഒരു ദൈവമല്ല. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഈ രാജ്യം, ഇസ്രായേൽ എന്ന രാജ്യം ഏതാണ്ട് 3 വൻകരകൾ ചേരുന്ന ഒരു രാജ്യമാണ്. 3 വൻകരകൾ സമന്വയിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ദൈവം ഈ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തിട്ട് ഇസ്രായേൽ അവർക്ക് ദാനമായി കൊടുക്കുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലം അവർക്ക് കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തിനാണ് ദൈവം ഒരു സൈഡിൽ കൊണ്ട് അവരെ താമസിപ്പിക്കാതെ, ഇല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഒരു അറ്റത്തെ ഒരു രാജ്യം അവർക്ക് കൊടുക്കാതെ കൃത്യമായിട്ട് ഭൂമിയുടെ സെൻറ്റർ പോയിൻ്റ് അവർക്ക് കൊടുക്കുന്നത്? ഭൂമിയുടെ സെൻറ്റർ പോയിൻ്റ്, അതായത് കറക്റ്റ് 3 വൻകര കൂടുന്ന ആ ഭാഗം അവർക്ക് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വെളിച്ചം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ വെളിച്ചം അത് ലോകം മുഴുവനും എത്രയും പെട്ടെന്ന് വ്യാപിക്കുവാൻ വേണ്ടിയാണ് ഈ ജാതിയെ, യഹൂദിനെ ഭൂമിയുടെ ഒത്ത നടുവിൽ ദൈവം ആക്കി തീർക്കുന്നത്. എന്നാൽ നമുക്ക് നോക്കാം, ദൈവത്തിന് ആ ആഗ്രഹം എല്ലാ കാലത്തും സാധിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാം. അത് സാധിച്ചത് ഏതാണ്ട് ശലോമോൻ്റെ കാലഘട്ടത്തിൽ മാത്രമാണ്. അതായത് നമുക്കറിയാം, ശേബ രാജ്ഞി ശലോമോനെ കാണുവാൻ വിദേശ രാജ്യത്തിൽ നിന്നും ശലോമോൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നു. ശലോമോൻ്റെ കൊട്ടാരത്തിലേക്ക് ശേബ രാജ്ഞി വരുന്നത് ശലോമോൻ്റെ ജ്ഞാനം അറിയുവാൻ, ദൈവത്തെക്കുറിച്ച് അറിയുക, ദൈവത്തിൻ്റെ വെളിച്ചം അറിയുവാനാണ് ശേബ രാജ്ഞി വരുന്നത്. ശേബ രാജ്ഞി മടങ്ങിപ്പോകുന്നത് ദൈവത്തിൻ്റെ വലിയ പ്രകാശമായിട്ടാണ് ശേബ രാജ്ഞി മടങ്ങിപ്പോകുന്നത്. ഇതായിരുന്നു ദൈവം വാസ്തവത്തിൽ യഹൂദനെ കുറിച്ച് ഉദ്ദേശിച്ചത്.
യഹൂദൻ മുഖേന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വെളിച്ചം എത്തുക എന്ന ഉദ്ദേശമായിരുന്നു അവരെക്കുറിച്ച് ഉണ്ടായിരുന്നത്. പക്ഷെ ദൈവം മുന്നോട്ട് വെച്ച കുറച്ച് നിബന്ധനകളും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ കൽപ്പനകൾ നീ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ താഴെ പറയുന്ന ശിക്ഷകൾ നിനക്ക് തരും. എൻ്റെ വാക്കുകൾ അനുസരിച്ചാൽ ഞാൻ താഴെ പറയുന്ന നന്മകൾ നിനക്ക് തരും. ആ നന്മയും അവന് കൊടുക്കുന്ന ശിക്ഷയും പറഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ ഇവർ ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് പോയാൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷകൾ നിരവധിയുണ്ട്. അതിൽ 2-3 പറയാം. അതായത് നീ പ്രവാസത്തിലേക്ക് നിന്നെ ഞാൻ പറഞ്ഞു വിടും എന്നാണ് ഏറ്റവും മെയിനായിട്ട് കാര്യം. പക്ഷെ പിൽക്കാലത്ത് ദൈവത്തിൻ്റെ കൽപ്പനകൾ ഇവർ തെറ്റിച്ചതായും ഇവർ ചുറ്റുമുള്ള ജാതികളിൽ നിന്നും വിവാഹം കഴിച്ച് അവരുടെ കൾച്ചറുകൾ ഇവരിലേക്ക് വരികയും അവരുടെ ദേവന്മാരെ, ബൈബിളിൽ പറയുന്നത് അശോര പ്രതിഷ്ഠകളെയും ബാലിൻ്റെ വിഗ്രഹങ്ങളെയൊക്കെയും ഇവരെടുത്ത് അവരെ ഭജിച്ചു എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്നും ഇവർ അകന്നു പോയപ്പോൾ പല കാലഘട്ടങ്ങളിലായി ദൈവം ഇവരെ ജാതികൾക്ക് വിറ്റ് കളയുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ ബാബേൽ പ്രവാസത്തിലും അതുപോലെ തന്നെ പല അന്യ രാജാക്കന്മാർ ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നതും നമുക്ക് തിരുവചനത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ നിരവധി പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. വിലാപങ്ങളുടെ പുസ്തകമൊക്കെ ആ കാലഘട്ടത്തിൽ എഴുതുന്നതാണ്. അതായത് ബാബേൽ രാജാവ് വന്ന് ഇവരെ പിടിച്ച് കെട്ടിക്കൊണ്ട് യെരുശലേമിലെ പാത്രങ്ങളും എല്ലാം കൊണ്ടുപോകുമ്പോൾ ഇവർ കരഞ്ഞുകൊണ്ട് എഴുതുന്ന ഒരു പുസ്തകമാണ് വിലാപങ്ങൾ. നിന്നെ ഞാൻ മറ്റുള്ള ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും എന്ന് മാത്രമല്ല, ദൈവം ഇവരോട് പറയുന്നത് നിൻ്റെ ആകാശം ചെമ്പ് പോലെയും നിൻ്റെ ഭൂമി ഇരുമ്പ് പോലെയും ആയിത്തീരും. അവർക്ക് കൊടുക്കുന്ന ശാപമാണ്. പിന്നെ പറയുന്നു, നിന്നെ ഞാൻ ഭൂമിയുടെ അറ്റത്തേക്ക് ചിതറിക്കും. മോശ ആവർത്തന പുസ്തകത്തിൽ എഴുതി നിന്നെ ഞാൻ ചിതറിക്കും. അതായത് അനുസരണക്കേട് കാണിച്ച യഹൂദനെ ലോകത്തിൻ്റെ അറ്റത്തോളം ഞാൻ ഓടിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് ഇവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചിതറിപ്പോയ മനുഷ്യരാണ്. ഇവർ ചിതറിപ്പോയി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് AD 70 ഈ ഇസ്രായേൽ ജനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. പിന്നീട് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം ലോകത്തിലെ ഒരു രാജ്യക്കാർക്കും മനുഷ്യർക്കും വേണ്ടാത്ത ഒരു ഭൂമിയായിട്ട് മാറുകയാണ്. അക്ഷരാർത്ഥത്തിൽ തന്നെ ദൈവം പറഞ്ഞ ആ വാക്ക്, നിൻ്റെ ഭൂമി ഇരുമ്പ് പോലെയും നിൻ്റെ ആകാശം ചെമ്പ് പോലെയും ആയിത്തീരുമെന്ന് പറയുന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ അവിടെ നിവർത്തിക്കുകയായിരുന്നു ഉണ്ടായത്. കാരണം ഏതാണ്ട് 2000 വർഷത്തോളം അവിടെ മഴ ലഭിച്ചില്ലെന്നും അവിടെ ഒരു പുല്ലുപോലും മുളയ്ക്കാത്ത തരിശു ഭൂമി ഉപ്പുപാടങ്ങളും ചതുപ്പ് നിലങ്ങളുമായി ആ രാജ്യം കിടന്നെന്നുമാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെ ഇവർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയി. ഈ ചിതറിപ്പോയ ഇവർ മടങ്ങി വരുവാൻ പലപ്പോഴുമായിട്ട് ഇവർക്ക് പല ആൾക്കാരിലും ഒരു ഉൾപ്രേരണ ഉണ്ടായെങ്കിലും ഇവർക്ക് മടങ്ങി വരുവാൻ സാധിച്ചില്ല. എന്നാൽ തിരുവചനത്തിൽ പറയുന്നു, നിന്നെ ഞാൻ സകല ജാതിയിൽ നിന്നും ശേഖരിച്ച് സകല വംശത്തിൽ നിന്നും നിന്നെ ഞാൻ പെറുക്കിയെടുത്ത് നിൻ്റെ പിതാക്കന്മാരുടെ ഭവനത്തിലേക്ക് നിന്നെ മടക്കി വരുത്തും എന്നും തിരുവചനത്തിലുണ്ട്. പക്ഷേ ഒരിക്കലും ഇവർക്ക് മടങ്ങി വരാൻ സാധിക്കാത്തതായ അനേകമായ മൂലകാരണങ്ങളും ഇവർക്ക് മടങ്ങി വരാൻ സാധിക്കാത്തതായ കാരണങ്ങളെല്ലാം ഇവരുടെ ഇടയിലുണ്ടായിരുന്നു. ഒന്ന്, അന്നത്തെ കാലത്ത് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പല ആൾക്കാരുടെ അധികാര പരിധിയിൽ കിടക്കുന്നതായിരുന്നു. ഒന്ന്, ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ
തുർക്കി രാജാവിൻ്റെ കയ്യിലുമുണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം കഴിയുന്ന സമയത്ത് കുറച്ച് യഹൂദന്മാർ മടങ്ങി വരികയും രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഹിറ്റ്ലർ ഏതാണ്ട് 22 രാജ്യങ്ങൾ കീഴടക്കി അവിടുത്തെ യഹൂദനെ മാത്രം കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഹൂദന് ഇനിയും ലോകത്ത് ഒരു രാജ്യവും സേഫ് അല്ല എന്ന ഒരു ഉത്ബോധം ഉണ്ടാവുകയും യഹൂദൻ മടങ്ങി വരുവാനും ആഗ്രഹിച്ചു. ഹിറ്റ്ലറിന് മുമ്പേ യഹൂദൻ ഒരിക്കലും മടങ്ങി വരുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം ഈ രാജ്യം മുൻപ് പറഞ്ഞ പോലെ തന്നെ അറബികളുടെ ചുറ്റുമുള്ള അറബ് രാഷ്ട്രങ്ങളുണ്ട്. ബ്രിട്ടീഷുകാർ അവർ കുറച്ച് ഭാഗം അധികാര പരിധിയിൽ വെച്ചിരിക്കുന്നു. തുർക്കി രാജാവും കുറച്ച് ഭാഗം അധികാര പരിധിയിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് മടങ്ങി വരണമെങ്കിൽ ബ്രിട്ടീഷുകാർ സമ്മതിക്കണം, തുർക്കിക്കാർ സമ്മതിക്കണം, ചുറ്റുമുള്ള അറബികളും അനുകൂലമായി നിൽക്കണം. പക്ഷേ ഇവരെല്ലാവരും സമ്മതിച്ചാലും ഇവർക്ക് ഒന്നാകുവാൻ, ഈ ലോകത്ത് ചിതറിക്കിടക്കുന്ന ഈ യഹൂദനെ ഒന്നാകുവാൻ, ഇല്ലേ ഇവർക്ക് ഒരുമിച്ച് കൂടുവാൻ പരസ്പരം കഴിയാത്തതായ വലിയൊരു പ്രശ്നം അവരുടെ ഇടയിലുണ്ട്. അത് മറ്റൊന്നുമല്ല, ഏതാണ്ട് 60 ഭാഷകൾ, വ്യത്യസ്തമായ 60 ഭാഷകൾ സംസാരിച്ചുകൊണ്ട് 130 രാജ്യങ്ങളിലേക്ക് ചിതറിക്കിടക്കുന്ന ഈ ജനത്തെ ഒരുമിപ്പിക്കുവാൻ ലോകത്തിലെ ആർക്കും സാധ്യമല്ല. അങ്ങനെ ഇരിക്കുകയാണ് ഹിറ്റ്ലറിൻ്റെ കടന്നുവരവ്. ഹിറ്റ്ലർ ഏതാണ്ട് മുൻപ് പറഞ്ഞ പോലെ 22 രാജ്യങ്ങൾ കീഴടക്കിക്കൊണ്ട് യഹൂദനെ കൊല്ലുവാൻ ആരംഭിച്ചു. ഏതാണ്ട് 1 കോടിയിലധികം, 60 ലക്ഷത്തിൽ മുകളിലായി യഹൂദനെ കൊന്നു. അതിലെ 30 ലക്ഷത്തിൽ മുകളിൽ അവരുടെ കുഞ്ഞുങ്ങളായിരുന്നു എന്നാണ് കണക്കുകൾ. അങ്ങനെ യഹൂദൻ മടങ്ങി വരുവാൻ ആഗ്രഹിച്ചു. പക്ഷേ ഈ മടങ്ങി വരുന്നതിന് മുമ്പ് ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിൽ ഒരു ചരിത്രകാരൻ ഇസ്രായേലിൻ്റെ മണ്ണിൽ കൂടി ഇങ്ങനെ കടന്നു പോവുകയാണ് കുതിരവണ്ടിയിൽ. ആ സമയത്ത് ഈ ചരിത്രകാരൻ ബൈബിള് വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. തന്നെയുമല്ല ഇസ്രായേൽ എന്ന രാജ്യത്തെ വളരെയധികം സ്നേഹിച്ച വ്യക്തിയുമായിരുന്നു. അദ്ദേഹം ഈ കുതിരവണ്ടിയിൽ ഇസ്രായേലിൻ്റെ മധ്യ സ്ഥലത്തുകൂടി കടന്നു പോകുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഇസ്രായേലിൽ ജനസംഖ്യ വളരെ കുറവാണ്. ഉള്ള ആൾക്കാർ അധികവും വളരെ ക്ഷീണിതരും വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആൾക്കാരുമാണ്. അങ്ങനെ വേദനയോടെ അദ്ദേഹം ചരിത്രത്തിൻ്റെ താളുകളിൽ ഇങ്ങനെ എഴുതി, ഇനിയും യഹൂദൻ മടങ്ങി വരുന്നതും നഷ്ടപ്പെട്ടു പോയ പുരാതന എബ്രായ ഭാഷയുടെ ഉച്ചാരണം മടങ്ങി വരുന്നതും ഒരുപോലാണ്. അതായത് യഹൂദൻ ഇനി ഈ നാട്ടിലേക്ക് മടങ്ങി വരികയില്ല. ഇനി യഹൂദൻ എന്ന് പറയുന്ന ജാതി ഈ ഇസ്രായേലിലേക്ക് മടങ്ങി വരുന്നതും നഷ്ടപ്പെട്ടു പോയ, കാരണം അവർ വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തപ്പോൾ അവരുടെ ഹീബ്രു എന്ന അവരുടെ എബ്രായ ഭാഷയുടെ ഉച്ചാരണം തന്നെ അവർ ആ ഭാഷ തന്നെ മറന്നുപോയി. ഇനി ആ ഭാഷ വീണ്ടെടുക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണ്, എന്നാൽ അതിലും ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ ഉച്ചാരണ ശൈലി. അപ്പോൾ യഹൂദൻ ഇസ്രായേലിലേക്ക് മടങ്ങി വരുന്നതും നഷ്ടപ്പെട്ടു പോയ പുരാതന എബ്രായ ഭാഷയുടെ ഉച്ചാരണം മടങ്ങി വരുന്ന പോലെ കഠിനമാണ്. എന്നാൽ ഹിറ്റ്ലർ ഈ ജാതിയെ, യഹൂദനെ ദ്രോഹിച്ചപ്പോൾ അവരെ കൊല്ലുവാൻ, കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് അവരെ കൊല്ലുവാൻ ആരംഭിച്ചപ്പോൾ, അവരുടെ കുഞ്ഞുങ്ങളൊക്കെ കൊന്നുകളഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു ഇനി ലോകത്തിൻ്റെ ഏത് സ്ഥലങ്ങളിലും അവർക്കിനി ജീവിക്കുവാൻ സേഫല്ല. അവർക്ക് അവരുടെ പിതാക്കന്മാരുടെ ആ രാജ്യം തന്നെ അവർക്ക് വേണം എന്ന തീരുമാനത്തോടു കൂടി അവർ സിയോൻ സൈന്യം എന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കുകയും ആ സമയത്ത് 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം അവർ ഇസ്രായേലിലേക്ക് മടങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഈ മടങ്ങി വരുന്ന കാലഘട്ടത്തിൽ തുർക്കി രാജാവും ബ്രിട്ടീഷുകാരും വളരെയധികമായി ഇവരെ എതിർക്കുന്നുണ്ട്. ഇവരുടെ കപ്പലുകളൊക്കെയും മുക്കിക്കളയുന്നതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇവർ കടന്ന് വരുന്ന കപ്പലുകളൊക്കെയും മുക്കിക്കളയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരവിടെ കയറാതിരിക്കുവാൻ വേണ്ടി അന്ന് ഐക്യരാഷ്ട്ര സംഘടന എന്ന സംഘടന നിലവിൽ വന്നിട്ടില്ലെങ്കിലും അന്ന്
ലോക രാജ്യങ്ങൾ മുഴുവനും ഇവരുടെ കുടിയേറ്റത്തെ എതിർത്താണ്. അന്ന് ഇവരുടെ കുടിയേറ്റം വളരെ രൂക്ഷമായപ്പോൾ ലോക രാജ്യങ്ങൾ ഇവരുടെ കുടിയേറ്റം തടയുവാനായി പല ഓഫറുകളും യഹൂദിന് വെച്ച് നീട്ടുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് മെൽബൺ സിറ്റി അടക്കം ഇവർക്ക് ലോകത്തിലെ ഭംഗിയേറിയ രാജ്യങ്ങൾ ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ രാജ്യത്തിലേക്ക് നിങ്ങളെ കയറ്റത്തില്ല, വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് മെൽബൺ സിറ്റി നിങ്ങൾക്ക് തരാം, നിങ്ങൾക്കൊരു മാതൃരാഷ്ട്രം, അതായത് പഴയ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ അരികെ നിങ്ങൾക്ക് ഞങ്ങളൊരു മാതൃരാഷ്ട്രം ഉണ്ടാക്കിത്തരാം എന്നുവരെയും പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും മനോഹരമായ മെൽബൺ സിറ്റി വേണ്ട, ഞങ്ങൾക്ക് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരു മാതൃരാഷ്ട്രവും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഭവനം മതി എന്ന് പറഞ്ഞ് അവർ അവരുടെ രാജ്യത്തേക്ക് കുടിയേറുവാൻ ആരംഭിച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യഹൂദൻ എന്തുകൊണ്ട് നശിച്ചു പോകുന്നില്ല? ഇരമ്യാ പ്രവാചകൻ്റെ കാലത്ത് ഇരമ്യാ പ്രവാചകനോട് ഒരിക്കൽ ദൈവം ഇസ്രായേലിൻ്റെ യുദ്ധഭൂമിയായ ഗസയിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടെ അതായത് യുദ്ധത്തിൽ മരിച്ചു വീണ സൈനികരുടെ അസ്ഥികൂടങ്ങൾ കൂമ്പാരങ്ങളായി കൂടിക്കിടക്കുന്ന ആ കാഴ്ച ദൈവം ഇരമ്യാ പ്രവാചകനെ കാണിച്ചിട്ട് ദൈവം ഇരമ്യാ പ്രവാചകനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇരമ്യാ പ്രവാചകനോട് ദൈവം ചോദിക്കുകയാണ്, പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കുമോ? എന്നാൽ നമുക്കറിയാം, സകല കാര്യങ്ങളും പ്രവചിച്ച് പറയുന്ന ഇരമ്യാ പ്രവാചകൻ, അദ്ദേഹത്തിന് പ്രവചിക്കുവാൻ സാധിക്കാതെ അദ്ദേഹം നിറകണ്ണുകളോടെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അപ്പോൾ തിരിച്ച് ഇരമ്യാ പ്രവാചകന് പ്രവചിക്കാൻ കഴിയാതെ ദൈവത്തോട് തിരിച്ച് മറുപടി പറയുകയാണ്, ദൈവമേ, നീ എല്ലാം അറിയുന്നു. അപ്പോൾ ഇരമ്യാ പ്രവാചകൻ്റെ കണ്ണ് നിറഞ്ഞു. പിന്നെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇരമ്യാ പ്രവാചകൻ പറയുകയാണ്, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യം ആയിത്തീർന്നു. അതായത് ദൈവം കൽപ്പിച്ചപ്പോൾ ആ അസ്ഥി കൂമ്പാരങ്ങളെ നോക്കി ഇരമ്യാ പ്രവാചകൻ പ്രവചിച്ചു. അപ്പോൾ ആ കൂനകളായി കിടക്കുന്ന, ആ നശിച്ചു കിടക്കുന്ന അസ്ഥികൾ ജീവൻ പ്രാപിച്ച് ഞരമ്പുകളും അസ്ഥി മജ്ജകളും ഒക്കെ വന്ന് ശ്വാസം വന്ന് അവരെല്ലാം എഴുന്നേറ്റ് വലിയൊരു സൈന്യം ആയിത്തീർന്നു എന്ന് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നു. അതായത് ദൈവം അക്ഷരാർത്ഥത്തിൽ ഇരമ്യാ പ്രവാചകനോട് ചൂണ്ടിക്കാണിച്ച ഈ അസ്ഥികൂടം യഹൂദനായിരുന്നു. സൈക്ലോൺ ബി എന്ന മാരക വിഷം കൊടുത്ത് ഓരോ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് യഹൂദനെ കൊന്ന് കൂനിയായി യഹൂദനെ കൂട്ടിയപ്പോൾ ആ കൂന ചൂണ്ടിക്കാണിച്ചാണ് ദൈവം ഇരമ്യാ പ്രവാചകനോട് ചോദിക്കുന്നത്, ഈ അസ്ഥികൾ, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇനിയും ഇസ്രായേൽ എന്ന ഈ രാജ്യത്തിന് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും? ഇനിയും യഹൂദിന് മടങ്ങി വരുവാൻ സാധിക്കുമോ? എന്നാൽ തിരുവചനത്തിൽ വളരെ മുമ്പ് തന്നെ ഇങ്ങനെ രേഖപ്പെടുത്തി, ഞാൻ നിന്നെ സകല രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ച് സകല വംശങ്ങളിൽ നിന്നും നിന്നെ ഞാൻ പെറുക്കിയെടുത്ത് നിൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ നിന്നെ എത്തിക്കും. നമുക്കറിയാം, ലോകത്തിൽ യഹൂദൻ്റെ സ്ഥാനം നശിക്കുമെന്ന് ലോകം വിധി എഴുതിയ സ്ഥാനത്ത്, ഹിറ്റ്ലർ അവരെ കൊന്നുകളഞ്ഞ സ്ഥാനത്ത്, അവർ ഇനിയും ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദ്യം ചോദിച്ച സ്ഥാനത്ത് ഇന്ന് നമുക്കറിയാം, യഹൂദൻ ലോകത്തിൻ്റെ നെറുകയിൽ ഒരു അത്ഭുതമായി നിലകൊള്ളുന്നു.
എന്തുകൊണ്ട് ഇസ്രായേൽ നശിക്കുന്നില്ല? ഇസ്രായേൽ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്. നശിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നെറുകയിൽ എന്നും ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഇതിനെക്കാട്ടും നല്ലൊരു കഥയുമായി അടുത്ത ദിവസം വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.